ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിൻ്റെ നമ്മുടെ 4th ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇതുവരെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പഠിച്ചു. ചാർജിൻ്റെ ഫണ്ടമെൻ്റൽസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇലക്ട്രിക് ചാർജ് എന്താണ്, ഇലക്ട്രിക് ചാർജിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത് പഠിച്ചു. ദെൻ അതിനുശേഷം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുളൂംസ് ലോ ഡിസ്കസ് ചെയ്തു. കുളൂംസ് ലോൻ്റെ പ്രോബ്ലംസുകൾ ചെയ്തു. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജൊക്കെ അതിന് മുമ്പ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ശേഷം സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചു. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ സംസാരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്താണെന്ന് പഠിക്കലല്ല പ്രശ്നം, അതെന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അത് ആവശ്യമായ സന്ദർഭങ്ങളിലൊക്കെ അത് അപ്ലൈ ചെയ്യലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളതൊക്കെ നിങ്ങളോട് സംസാരിച്ചതാണ്. ശേഷം അതിൻ്റെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിൻ്റെ പ്രോബ്ലംസുകൾ അസൈൻമെൻറ്റ് 20 ചോദ്യങ്ങൾ നിങ്ങൾക്ക് തന്നിരുന്നു, 20 ക്വസ്റ്റ്യൻസ്. അത് നിങ്ങൾ ചെയ്തു. അതിനുശേഷം അതിൻ്റെ നിങ്ങൾക്ക് പ്രയാസമുള്ള ക്വസ്റ്റ്യൻസും കിട്ടാത്ത ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നൗ നമ്മൾ അടുത്ത ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. അടുത്തത് നമുക്ക് സംസാരിക്കാനുള്ളത് ഇറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ള കോൺസെപ്റ്റാണ് ഇനി പറയാനുള്ളത്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു മാഗ്നറ്റിൻ്റെ കേസിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒരു മാഗ്നറ്റ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ആ മാഗ്നറ്റിന് ചുറ്റും എന്തുണ്ട്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെന്താ പറയാം, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു മാഗ്നറ്റിന് ചുറ്റും അയാൾക്ക് സ്വാധീനമുള്ള ഇൻഫ്ലുവൻസ് ഉള്ള ആ റീജിയൻ്റെ പേരാണെന്ത്, മാഗ്നറ്റിക് ഫീൽഡ്. ഇൻ എൻ എക്സാക്ട്ലി സിമിലർ വേ യു ക്യാൻ സേ, സപ്പോസ് നോക്കൂ, നിങ്ങൾക്ക് ഇവിടെ ഒരു ഇലക്ട്രിക് ചാർജ് ഉണ്ട് എന്ന് കരുതാം. ഇലക്ട്രിക് ചാർജ് നമ്മൾ ക്യൂ എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ ഈ ക്യൂ ചാർജിന് ഇൻഫ്ലുവൻസ് ഉള്ള ഒരു റീജിയൻ ഉണ്ട് അതിൻ്റെ ചുറ്റും. അത് എത്ര വലുതാവാം എത്ര ചെറുതാവാം. അയാൾക്ക് ഇൻഫ്ലുവൻസ് ഉള്ള അയാളെ ചുറ്റുമുള്ള ആ റീജിയൻ്റെ പേരാണെന്ത്, ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റീജിയൻ അറൗണ്ട് എ ചാർജ് where another charge experiences an electrostatic force of attraction or repulsion. കാരണം എന്താ, ആ റീജിയണിലേക്ക് പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇയാൾ എന്ത് ചെയ്യും, ഒന്നുകിൽ അട്രാക്ട് ചെയ്യും അല്ലെങ്കിൽ റിപ്പൽ ചെയ്യും, ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദ ഇലക്ട്രിക് ചാർജ്. അപ്പോൾ ഒരു ഇലക്ട്രിക് ചാർജിന് ചുറ്റും ആ ഇലക്ട്രിക് ചാർജിന് ഇൻഫ്ലുവൻസ് ഉള്ള ആ റീജിയനെ വിളിക്കുന്ന പേരാണെന്ത്, ഇലക്ട്രിക് ഫീൽഡ്. ആ ഇൻഫ്ലുവൻസ് ഉള്ള റീജിയൻ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുക, ആ റീജിയണിലേക്ക് വേറൊരു ഇലക്ട്രിക് ചാർജ് കടന്നു വന്നാൽ ഈ ചാർജ് എന്ത് ചെയ്യും, അതിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും, ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അത് അട്രാക്ഷൻ ആവാം റിപ്പൽഷൻ ആവാം, ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദ ടു ചാർജസ്. അപ്പോൾ റീജിയൻ്റെ പേരാണ് ഇലക്ട്രിക് ഫീൽഡ്. ഇനി നമുക്കറിയാം, നോക്കൂ, ഞാനിതാ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുകയാണ്. നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കും, ഈ ക്യൂ ചാർജിൻ്റെ അടുത്ത് ഞാൻ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ഇവിടെ ഈ മാർക്ക് ചെയ്ത് ഈ 1 എന്ന് ഞാൻ മാർക്ക് ചെയ്ത് ഈ പോയിന്റിൽ ഈ ക്യൂ ചാർജിന് എത്ര ഇൻഫ്ലുവൻസ് ആണോ ഉണ്ടാവുക, അത്ര ഇൻഫ്ലുവൻസ് ആണോ ഈ 2 എന്ന പോയിന്റിൽ ഉണ്ടാവുക, അതായിരിക്കുമോ ഈ 3 എന്ന പോയിന്റിൽ ഉണ്ടാവുക. അകലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് ഈ ചാർജിൻ്റെ ഇൻഫ്ലുവൻസ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും, സ്വാഭാവികമാണ്, ശരിയല്ലേ? അപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇപ്പോൾ നോക്കൂ, ഒരു ജനറൽ പോയിന്റ് ഞാൻ ഇവിടെ P എന്ന് മാർക്ക് ചെയ്തു. ഈ പി എന്ന പോയിന്റിൽ ഈ ക്യൂ ചാർജിന് എത്രത്തോളം അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന് സ്ട്രെങ്ത് എത്ര ഉണ്ടോ, ഇൻറ്റൻസിറ്റി എത്ര ഉണ്ടോ, അത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് വിളിക്കുക. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആൻഡ് അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതൊരു ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ളത് ആ റീജിയൻ്റെ പേരാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി ആൻഡ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ക്യാപിറ്റൽ E വിത്ത് വെക്റ്റർ നൊട്ടേഷൻ. നോക്കി, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ വീഡിയോ, ഈ ലെക്ചർ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നോക്കൂ, നന്നായിട്ട് ശ്രദ്ധിക്കണം നിങ്ങൾ, എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്നൊക്കെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ ഫീഡ്ബാക്കിൽ ചോദിച്ച സമയത്ത് ആരോ ഫീഡ്ബാക്കിൽ എഴുതിയിട്ടുണ്ട്, സാർ ഇടയ്ക്ക് മുഖത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് നോക്കാത്തത് കൊണ്ട് ഞങ്ങൾക്കൊരു പ്രയാസമുണ്ട്. നിങ്ങളെ മുഖത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് നോക്കൽ ഈ ടെക്നോളജിയിൽ പോസിബിൾ അല്ല. കാരണം ഇത് ഞാനും നിങ്ങളും നോക്കുന്നത് ശരിക്കും ഒരേ സ്ഥലത്തേക്കാണ്. എങ്ങോട്ടാണ്, നമ്മൾ സ്ക്രീനിലേക്കാണ് നോക്കുന്നത്. ഞാനും നോക്കുന്നത് സ്ക്രീനിലേക്കാണ്. സ്ക്രീനിൽ വരുന്ന എഴുത്തുകൾ ഞാനിപ്പുറത്ത് വേറെ എഴുതുകയാണ്. അപ്പോൾ സ്ക്രീനിൽ നോക്കിയിട്ട് ഞാൻ വേറെ സ്ഥലത്താണ് എഴുതുന്നത്. അപ്പോൾ ഇടയ്ക്ക് അങ്ങോട്ട് നോക്കണ്ടേ, മനസ്സിലായില്ലേ? സ്ക്രീനിൽ നോക്കിയിട്ട് ഞാൻ വേറെ സ്ഥലത്താണ് എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ക്യാമറയിലേക്ക് നോക്കുമ്പോഴാണ് നിങ്ങളെ കാണുന്നത് ഫീൽ ചെയ്യുക. അപ്പോൾ ഫുൾ ടൈം ക്യാമറയൊക്കെ നോക്കിയാൽ ഞാൻ വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങളെ മുഖത്തേക്ക് കൂടുതൽ നോക്കാൻ കഴിയാത്തത് എന്നുള്ളത് അറിയിക്കണം. ഓക്കെ,
കം ടു ദ പോയിന്റ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ആ ചാർജിന് എത്ര ഇൻഫ്ലുവൻസ് ഉണ്ട്, എത്ര സ്വാധീനം ഉണ്ട്, അതിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. നോക്കൂ, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ ഈ ക്യൂ എന്ന പോയിന്റിനെ നിങ്ങൾ കണ്ടോളൂ. ഈ ക്യൂ വെച്ച ചാർജ് ഉണ്ട് ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ ഒരു ശക്തിയായിട്ടൊരു ഫാൻ, ഒരു പെഡസ്ട്രിയൽ ഫാൻ വെച്ചിട്ടുണ്ടായിരിക്കും അവിടെ. എന്നിട്ട് ആ ഫാനിൽ നിന്ന് കാറ്റ് നോക്കൂ, എയർ നോക്കൂ, ഇതാ എയർ ഫ്ലോ ഈ വഴിക്കാണ് കാറ്റ് വരുന്നത്, ഇതാ ഇങ്ങനെ വരിക. എന്നിട്ട് ഈ പീയിൽ എത്ര കാറ്റുണ്ട് എന്നുള്ളത് നമുക്കൊരു ധാരണ ഇല്ല, കാരണം എയർ ഇങ്ങനെ പോകണ നമ്മൾ കാണൂലല്ലോ, അവിടെ എന്തെങ്കിലും വെച്ചാലല്ലേ കാണുള്ളൂ. ഇപ്പോൾ ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട്, അപ്പോൾ ഇയാൾ ചോദിക്കുകയാണ്, ഇവിടെ നിൽക്കുന്ന ഒരാളോട്, പീയിൽ നിൽക്കുന്ന ഒരാളോട് ചോദിക്കുകയാണ് അവിടെ എങ്ങനെ നല്ല കാറ്റുണ്ടോ എന്ന്. അപ്പോൾ അയാൾ പറയും, ഭയങ്കര കാറ്റ്, അവിടെ ഒരു രക്ഷയില്ല എന്നൊന്നും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല ശരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഒരു മാസ് വളരെ കുറഞ്ഞ അല്ലെങ്കിൽ ഒരു പേപ്പർ ബോളോ അല്ലെങ്കിൽ മാസ് വളരെ കുറഞ്ഞൊരു പ്ലാസ്റ്റിക് ബോളൊക്കെ നമ്മൾ ഇവിടെ വെക്കുക. ഈ എയർ ഫ്ലോൻ്റെ ഇവിടുന്ന് ശക്തിയായിട്ട് കാറ്റ് വരിക, ആ വരുന്ന വഴിയിൽ ഇവിടെ ഒരു ബോൾ വെച്ചിട്ട് നമ്മളാണ്ട് ആ ബോളിനായിട്ട് റിലീസ് ചെയ്യുന്നതോടുകൂടി എന്താ സംഭവിക്കുക, ബോൾ അങ്ങോട്ട് പറന്നു പോകില്ല ഇതിൽ, അല്ലേ? ബോൾ ഇതിലാണ്ട് പറന്നു പോകില്ലേ? ആ പറന്നു പോണ പോക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കുക, ഇയാൾക്ക് മനസ്സിലാക്കുക ഇവിടെ എത്രത്തോളം കാറ്റുണ്ട് എന്ന്. മനസ്സിലായോ? അതേ ടെക്നിക്കാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. അതേ ടെക്നിക്കാണ് ചെയ്യാൻ പോകുന്നത്. എന്താ ചെയ്യാൻ പോകുന്നത്, ഈ പി എന്ന പോയിന്റിൽ എത്രത്തോളം ഈ ക്യൂ ചാർജിന് ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് ചെക്ക് ചെയ്യാൻ പോവാം. അതിനെന്താണ് ചെയ്യുക, ഇവിടെ ചെറിയ ഒരു ചാർജിനെ വേറെ കൊണ്ടേക്കാം, ഇവിടെ ചെറിയൊരു ചാർജിനെ കൊണ്ടേക്കാം. ആ ചാർജിനെ ഞാൻ Q0 എന്ന് പേര് വിളിക്കാം. Q0 അങ്ങനെയൊന്നുമില്ല കേട്ടോ, Q0 എന്നിട്ട് അങ്ങനെ വേറെ സാധനമൊന്നുമില്ല. അങ്ങനെ നിങ്ങൾക്ക് പിന്നെ എന്ത് പേരിടാം, ഞാൻ Q0 എന്നാണ് ഇപ്പോൾ പേരിട്ട്, സ്മോൾ ക്യൂ, പിന്നെ അതിൻ്റെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് ഒരു 0 എന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചാർജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ചാർജിനെ നമ്മൾ വിളിക്കുക ടെസ്റ്റ് ചാർജ് എന്നാണ്. എന്താ വിളിക്കുക, ടെസ്റ്റ് ചാർജ്. ടെസ്റ്റ് ചാർജ് എന്നാൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാണ് നമുക്ക്. കാരണം ഈ പി എന്ന പോയിന്റിൽ ഈ ക്യൂ എന്ന ചാർജിന് ഇവിടെ എത്ര ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട്, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ച ചാർജാണിത്. ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് ടെസ്റ്റ് ചാർജ്. ആൻഡ് ദ ടെസ്റ്റ് ചാർജ് ഷുഡ് ബി വാനിഷിംഗ്ലി സ്മോൾ. കാരണം ഈ Q0 ഇവിടുന്ന് തെറിച്ച് പോണ പോക്ക് കണ്ടിട്ട് വേണം നമുക്ക് മനസ്സിലാക്കാൻ പി എന്ന പോയിന്റിൽ ക്യൂന് എത്ര ഇൻഫ്ലുവൻസ് ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ Q0നെ, ഈ ക്യൂനെക്കാട്ടിലും വലിയൊരാളെ നമ്മൾ Q0 ഇവിടെ കൊണ്ടുവച്ചാൽ എന്താ സംഭവിക്കുക, അപ്പോൾ പിന്നെ തെറിച്ച് പോലെ ഇപ്പോൾ Q0 ആവില്ല, ഈ ക്യൂ ആവും തെറിച്ച് പോവുക. ക്യൂന് ഇവിടെ എത്ര ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ Q0നെ കൊണ്ടുപോയി വെച്ചത്. മനസ്സിലായല്ലോ? റെഡി അല്ലേ? ഓക്കെ. അപ്പോൾ നോക്കൂ, ഇനി ഞാൻ പറയുന്നത് നല്ലോണം ശ്രദ്ധിക്കുക. ഈ പി എന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇ എന്നിരിക്കട്ടെ, ലെറ്റ് ഇറ്റ് ബി. ലെറ്റ് വെക്റ്റർ ഇ ബി ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് ദ പോയിന്റ് പി. കാരണം എന്തായാലും ഇത് ഈ സ്മോൾ ഈ എന്താണ് റെഡ് ക്യൂവിൻ്റെ ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പോയിന്റ് ആണല്ലോ നമ്മുടെ Q0. അതുകൊണ്ട് അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഉണ്ട്. ആ ഇൻറ്റൻസിറ്റി നമ്മൾ പേരിട്ടു ഇ. അങ്ങനെ ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയിൽ നോക്കൂ, ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയിൽ നിങ്ങൾ Q0 ചാർജ് കൊണ്ടുപോയി വെച്ചാൽ അതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് F = Q0E. നമ്മൾ ജനറൽ ഇക്വേഷൻ ഞാൻ അങ്ങനെ പറയാം, ജനറലായിട്ട് നമുക്ക് ഇങ്ങനെ സംസാരിക്കാം. ജനറലി ഞാൻ അങ്ങനെ പറയാണ്, when a charge Q is placed at a point where E is the electric field intensity, it will experience a force which is given by F = QE. Q ചാർജിനെ, അത് നിങ്ങൾ ഇങ്ങോട്ട് നോക്കണ്ട കേട്ടോ, അത് ഞാൻ ജനറൽ ഒരു പോയിന്റ് പറയണം. When a charge Q is placed at a point where E is the electric field intensity, then it will experience a force which is given by QE. അതിൻ്റെ മുകളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് QE ആയിരിക്കും. ഇത് ആവർത്തിച്ച് നിങ്ങൾ ബൈ ഹാർട്ടാക്കേണ്ട ഒരു പോയിന്റാണ് ഇപ്പോൾ ഞാൻ സംസാരിച്ചത്. When a charge Q is placed at a point where E is the electric field intensity, then it will experience a force which is given by QE. F = QE. F = QE. ഓക്കെ. ഇനി നോക്കൂ, അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് ഇവിടെ ഉള്ളത്. അവിടെ ഞാൻ കൊണ്ടുപോയി വെച്ച ചാർജ് ആരാ? Q0 ആണ്. അവിടെ ഞാൻ വെച്ച ചാർജ് ആരാ? Q0 ചാർജാണ് ഞാൻ വെച്ചിട്ടുള്ളത്. റെഡി അല്ലേ? ഓക്കെ. അവിടെ നിൽക്കട്ടെ, ഇനി അവിടെ നിൽക്കട്ടെ. ഞാനിതാ ഇങ്ങോട്ട് തിരിച്ചു തന്നെ വരിക. അപ്പോൾ ഞാൻ ഇവിടേക്ക് തന്നെ വീണ്ടും വരികയാണ്. അപ്പോൾ ഇവിടെ ടെസ്റ്റ് ചാർജ് നമ്മൾ Q0 വെച്ചിട്ടുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. കം ടു ദിസ് പോയിന്റ് അഗെയിൻ. When a charge Q is placed at a point where E is the electric field intensity, then it will experience a force which is given by QE. ഇതിൽ നിന്നാണ് നമ്മൾ ഇനെ ഡിഫൈൻ ചെയ്യുക. അപ്പോൾ വെക്റ്റർ E = നമ്മൾ എന്ത് എഴുതും? വെക്റ്റർ F ഡിവൈഡഡ് ബൈ Q എന്ന് കൊടുക്കും. വെക്റ്റർ F ഡിവൈഡഡ് ബൈ Q.
നോക്കൂ, ഈ ഇക്വേഷൻ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങോട്ട് നോക്കരുത് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഇനി പിന്നീട് തിരിച്ചു വരും. അവിടെ നിൽക്കട്ടെ. ഇത് നമ്മൾ വേറെ പോയിന്റാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. when a charge q is placed at a point where E is the electric field intensity, then it will experience a force which is given by F is equal to QE. ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്താ? ആ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിൻ്റെ ഇക്വേഷൻ എന്താ? E is equal to F by Q. അപ്പോൾ ഈൻ്റെ ഡയറക്ഷൻ എന്താ? ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ പെർ കുളോംബ്. ഇതിനെ തന്നെയാണ് നമ്മൾ വോൾട്ട് പെർ മീറ്റർ എന്ന് വിളിക്കും. പക്ഷേ ഇത് നമ്മൾ അടുത്ത ചാപ്റ്ററിലാണ് വോൾട്ടിനെ കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കുക. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഒരു യൂണിറ്റ് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ന്യൂട്ടൺ പെർ കുളോംബ് എങ്ങനെ വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, ചാർജിൻ്റെ യൂണിറ്റ് കുളോംബ്. നോക്കൂ, നിങ്ങൾ സാധാരണഗതിയിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഡെഫിനിഷനാണ് പറയാം. ഞാൻ ഡെഫിനിഷൻ ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയൊക്കെ മെനക്കെട്ടത്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യൽ സാധാരണ ഡെഫിനിഷൻ ഞാൻ പറയാൻ പോവാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ് എന്ന് പറയാം. പേടിക്കണ്ട കേട്ടോ, പേടിക്കണ്ട. Electric field intensity at a point is defined as the electrostatic force experienced by unit positive test charge placed at that point. എന്നാണ് സാധാരണഗതിയിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യൽ. മനസ്സിലായോ? പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഒരു ഡെഫിനിഷൻ അല്ല, കോടാനുകോടി ഡെഫിനിഷൻ തരാൻ പോവാം. ഇഷ്ടം പോലെ ഡെഫിനിഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാം. പക്ഷേ എവിടെയും നിങ്ങൾ കാണുന്ന ഡെഫിനിഷൻ ഞാൻ ഇപ്പോൾ പറഞ്ഞു, അതും നമ്മൾ സംസാരിക്കും. അപ്പോൾ ആ ഡെഫിനിഷന് നേരിട്ട് പറയാതെ ഒരു ഡെഫിനിഷൻ ഫാക്ടറി ആയിട്ട് മാറാൻ പോവാണ് ഇനി നമ്മൾ. നോക്കൂ, അപ്പോൾ എങ്ങനെ ചെയ്യാം? ഇവിടെ ഈ ക്യൂവിനെ നോക്കൂ, ഞാനിതാ അവിടെ കണ്ടീഷൻ കൊടുക്കുക. വെൻ ക്യൂ ഈസ് ഈക്വൽ ടു +1. അപ്പോൾ ഇതിലെന്തായി നിങ്ങൾക്ക് ഈ ഇക്വേഷൻ എന്തായി മാറും? അപ്പോൾ ഈസ് ഈക്വൽ ടു FI. ശരിയല്ലേ? ഈ ഡെഫിനിഷനാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. നോക്കൂ, electric field intensity is the electrostatic force experienced by unit positive test charge placed at that point. മനസ്സിലായോ ആ ഡെഫിനിഷൻ? ഇപ്പോൾ നേരത്തെ പറഞ്ഞ കോംപ്ലിക്കേഷൻ ഇല്ലല്ലോ. അപ്പോൾ E is equal to F by Q ലെ when Q is equal to +1 you will get E is equal to F. Now you can define electric field intensity at any point is the electrostatic force experienced by unit positive test charge placed at that point. ഈ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് നമ്മളെ പിന്നാലെ കുറേ വരും. അതിൻ്റെ ബേസിക്കാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇവിടെ നിന്നാണ്ട് റെഡിയാക്കി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരു പ്രശ്നമില്ല. മനസ്സിലായോ? നോക്ക്, ഞാൻ ഒന്നുകൂടെ പറയാം. വെൻ Q is equal to +1 E is equal to F. അപ്പോൾ നമുക്ക് ഇങ്ങനെ സംസാരിക്കാം. Electric field intensity at a point is equal to is the electrostatic force experienced by a unit 1 positive test charge placed at that point. മനസ്സിലായോ ഫസ്റ്റ് ഡെഫിനിഷൻ എന്ന്? അപ്പോൾ ചിലർ മുമ്പൊരിക്കൽ എന്നോട് കൂട്ടി ചോദിച്ചാൽ, സർ എന്താ ഇപ്പോൾ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് എന്ന്? എന്താ യൂണിറ്റ് നെഗറ്റീവ് ആയാലും സംഭവിക്കുക? അല്ലെങ്കിൽ എന്താ യൂണിറ്റ് തന്നെ എന്താ 2 യൂണിറ്റ് ആയാലും എന്താ സംഭവിക്കുക? കണ്ടോ? നോക്കൂ, വെൻ Q ഈസ് ഈക്വൽ ടു -1 ആണെന്ന് വിചാരിക്കുക. നോക്കൂ, ഇവിടെ ഈ ക്യൂവിന് നമ്മൾ -1 കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ എന്താ കിട്ടുക? ഈസ് ഈക്വൽ ടു -F എന്ന്. യു ക്യാൻ ആൾസോ ഡിഫൈൻ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എനി പോയിന്റ് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എനി പോയിന്റ് ഈസ് ദ നെഗറ്റീവ് ഓഫ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ യൂണിറ്റ് നെഗറ്റീവ് ടെസ്റ്റ് ചാർജ് പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ്. Once again, electric field intensity is the negative of the electrostatic force experienced by unit negative test charge placed at that point. മനസ്സിലായോ? ഓക്കെ, ഇനി നോക്കൂ, ഈ Q is equal to Q is equal to +2 ആയാലും എന്താ സംഭവിക്കുക? ഈ ഇക്വേഷനിൽ നിങ്ങൾ Q is equal to +2 കൊടുക്കുക. അപ്പോൾ E is equal to എന്താ കിട്ടുക? F by Q എന്നല്ലേ കിട്ടുക? E is equal to F by 2. കാരണം ക്യൂവിലോടുത്ത് 2 കൊടുത്ത്. Now electric field intensity is half of the electrostatic force experienced by 2 unit positive test charge placed at that point. ഇനി കോടാനുകൂടി ഡെഫിനിഷൻ നിങ്ങൾക്ക് ഞാൻ തരേണ്ടതില്ലല്ലോ, നിങ്ങൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കൂലേ? പക്ഷെ നോക്കൂ, E is equal to -F എന്ന് പറയലോ, E is equal to F by 2 പറയലോ, E is equal to -F by 2 പറയലോ, ഏതാ ഏറ്റവും സൗകര്യം? E is equal to F പറയലില്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഈ ഡെഫിനിഷൻ മുറുക്കി പിടിച്ചത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എനി പോയിന്റ് ഈസ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ്. അറിയോ? ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിൻ്റെ ഡയമെൻഷൻ നമുക്ക് ഇത് ഉണ്ടാക്കാം.
നോക്കൂ ഈസ് ഈക്വൽ എഫ് ബൈ ക്യൂ അല്ലേ, അപ്പോൾ ഡയമെൻഷൻ ഓഫ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എഫ് എന്താ എം എൽ ടി റേസ് ടു -2 ഡിവൈഡഡ് ബൈ ക്യൂവിൻ്റെ ഡയമെൻഷൻ എന്താ എ ടി. അപ്പോൾ എം എൽ എ റേസ് ടു -1 ടി റേസ് ടു -3 കാരണം ഇയാൾ മേലെ പോകുമ്പോൾ മൈനസ്. ഓക്കെ, മനസ്സിലായല്ലോ. യൂണിറ്റ് നമുക്ക് മനസ്സിലായി, ഡയമെൻഷൻ മനസ്സിലായി, ഒക്കെ റെഡി. പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എനി പോയിൻറ്റിൻ്റെ ഡെഫിനേഷനാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ അതൊന്നല്ല നിങ്ങൾ പറയേണ്ടത്, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദിസ് എഫ് ഈസ് ഈക്വൽ ടു ക്യു ഇ. Electric field intensity at any point, when a charge Q is placed at a point where E is the electric field intensity, then it will experience a force which is given by F is equal to Q E. ആ പോയിന്റിൽ നിന്നാണ് നമ്മൾ ബാക്കിയുള്ളത് നമ്മൾ കൊണ്ടുവരുന്നത്. ഇനി നമുക്കറിയേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. എന്താ? ഇനി നമുക്കറിയാൻ താല്പര്യമില്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, വാട്ട് ഈസ് ദ നോക്കൂ, നമുക്ക് അറിയേണ്ട ഒരു കാര്യം, ഒരു ക്യൂ ചാർജ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ആ ക്യൂ ചാർജിൽ നിന്ന് ഒരു ക്യൂ ചാർജ് നമ്മൾ വെച്ചാൽ ആ ക്യൂ ചാർജിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് അകലുള്ള ഒരു പോയിന്റ്. ഇപ്പോൾ നോക്കും, ഞാൻ ഇവിടെ ഒരു ക്യൂ ചാർജ് വെച്ചു. ഈ ക്യൂ ചാർജിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് അകലെ, ഞാൻ ഇവിടെ ഒരു പോയിന്റ് പി മാർക്ക് ചെയ്തു, ആർ ഡിസ്റ്റൻസ് അകലെ ഈ പോയിന്റിൽ ഈ ക്യൂ ചാർജിൻ്റെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്ര, ഇതാണ് ഇനി നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അതറിയാൻ വേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മളെ കയ്യിലുണ്ട്. നോക്കൂ, നമ്മൾ എന്താ പഠിച്ചത്, ഈസ് ഈക്വൽ ടു എഫ് ബൈ ക്യൂ, ഈസ് ഈക്വൽ എഫ് ബൈ ക്യൂ. ഈ ക്യൂ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, ടെസ്റ്റ് ചാർജാണ്. എവിടെയാണോ ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഉള്ളത് അവിടെ നമ്മൾ കൊണ്ടുപോയി വെക്കുന്ന ചാർജാണിത്. റെഡി? ഓക്കെ. അപ്പോൾ ഈ ചാർജിനെ, അപ്പോൾ ഈ കേസിൽ ഞാൻ ഇവിടെ Q0 എന്ന് കൊടുക്കുകയാണ്. എനിക്ക് ഈ ചാർജിന് എത്ര ഇൻഫ്ലുവൻസ് ഉണ്ട് ഇവിടെ എന്നാണ് അറിയാൻ പോണത്. അപ്പോൾ നോക്കൂ, ഞാൻ അവിടെ ഒരു Q0 ടെസ്റ്റ് ചാർജ് കൊണ്ടുപോയി വെച്ചു. റെഡി അല്ലേ? ഇനി ഈ ടെസ്റ്റ് ചാർജിന് മുകളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണെന്നാണല്ലോ നമ്മൾ സംസാരിച്ചത്. ദ ഫോഴ്സ് ഡിവൈഡഡ് ബൈ Q0 ബൈ ദ ഇക്വേഷൻ. നോക്കൂ, ഞാൻ ഒന്നുകൂടെ ക്ലിയർ ചെയ്ത് ഒന്നുകൂടെ ശ്രദ്ധിക്കും. ഈസ് ഈക്വൽ ടു എന്ന് വെച്ചാൽ ഈ ചാർജ് ഇയാളുടെ ഇൻഫ്ലുവൻസ് ആണ് ഇവിടെ കാണാൻ പോകുന്നത്. ഈ ചാർജിന് ഒരു പ്രത്യേക പേരുണ്ട്, ഇയാളാണല്ലോ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് മൂപ്പരെ വിളിക്കുന്ന പേര് സോഴ്സ് ചാർജ് എന്നാണ്. ഇറ്റ് ഈസ് സോഴ്സ് ചാർജ്. ഇത് ഇവിടെ വെച്ച ചാർജിൻ്റെ പേര് ടെസ്റ്റ് ചാർജ്. അപ്പോൾ ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്രയെന്ന് അറിയാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അവിടെ ഒരു ടെസ്റ്റ് ചാർജ് കൊണ്ടുപോയി വെക്കുക. അപ്പോൾ ആ ടെസ്റ്റ് ചാർജിന് മുകളിൽ ഒരു ഫോഴ്സ് ഉണ്ടാവും, ഡിവൈഡഡ് ബൈ അവിടെ വെച്ച ടെസ്റ്റ് ചാർജ് കൊടുക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കിട്ടും. നോക്കൂ, ഇവിടുത്തെ ഈ ക്യൂ ഇയാൾക്ക് മുകളിൽ എക്സെർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താ, അപ്പോൾ ആ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്ക് ആദ്യം എഴുതാം. എഫ് ഈസ് ഈക്വൽ ടു 1/4πε0 Q0 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ, മാഗ്നിറ്റ്യൂഡ്. ഇനി ഇവിടെ പോസിറ്റീവ് ചാർജ്, ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടുണ്ടാവുക, അങ്ങോട്ട്. അപ്പോൾ ആ ഡയറക്ഷനിൽ ഞാൻ യൂണിറ്റ് വെക്ടർ മാർക്ക് ചെയ്തു, ആർ ക്യാപ് ഈസ് എ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡിറക്ഷൻ ഓഫ് ദാറ്റ് ഫോഴ്സ്, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നോക്കി ഇതിനെ നമ്മൾ ഇവിടെ ഡിവൈഡ് ചെയ്യാം. 1/4πε0 Q0 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ്. കഴിഞ്ഞില്ല, ഇൻറ്റു ഈ Q0 1/Q0. അപ്പോൾ Q0 ക്യാൻസൽ ചെയ്ത്, അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു 1/4πε0 Q ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആർ ക്യാപ്. ദിസ് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് ദിസ് പർട്ടിക്കുലർ പോയിന്റ്. ഇനി നോക്കൂ, മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് നമ്മൾ കൂടുതൽ സംസാരിക്കുക. ഈസ് ഈക്വൽ, അപ്പോൾ എത്രയാണ്, 1/4πε0 Q ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ക്യൂ ചാർജിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിൻ്റെ ഇക്വേഷനാണ് ഈസ് ഈക്വൽ 1/4πε0 Q ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. മനസ്സിലായോ? ഓക്കെ, ഇനി ഇതിന് ഇങ്ങനെ തന്നെ കണ്ടെത്തൽ നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധമില്ല. ഞങ്ങൾക്ക് ഇതും കൂടി കാണിച്ചിട്ടുള്ളൂ. ഞാൻ അതിലേറെ എളുപ്പമുള്ള പെട്ടെന്ന് കിട്ടുന്ന വേറൊരു മെത്തേഡ് പറയാൻ പോകാം ഒറ്റടിക്ക്. അതെന്താ, ഡെഫിനിഷൻ ഇപ്പം നിങ്ങൾ എല്ലാവർക്കും ബൈഹാർട്ടായോ? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എനി പോയിന്റ് ഈസ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ് എന്നല്ലേ. അപ്പോൾ നിങ്ങൾ ശരിക്കും എന്ത് ചെയ്താൽ മതി, ഏത് പോയിന്റിലാണോ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടെത്തുന്നത് അവിടെ ഒരു +1 ചാർജ് വെച്ച് അസ്യൂം ചെയ്യുക. അയാൾക്ക് അനുഭവപ്പെടുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ നോക്കൂ, ആ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നമ്മുടെ അതിന് മാഗ്നിറ്റ്യൂഡ് എഴുതാണ്. Electric field intensity is the electrostatic force experienced by unit positive test charge placed at a point. അപ്പോൾ ഇയാൾക്ക് മുകളിലുള്ള ഫോഴ്സ് എത്ര, 1/4πε0 Q into 1 അല്ലേ, Q into 1 അതെത്ര, Q ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇതാ ഒറ്റയടിക്ക് കിട്ടി. അതന്നെയാണ് ഈ ചെയ്തത്.
അത് നിങ്ങൾക്ക് ഈ ഇക്വേഷനെ കുറിച്ച് നല്ല ധാരണ കിട്ടാൻ വേണ്ടിയിട്ട് സംസാരിച്ചാണ്. ഈ നോക്കൂ, ഈ രണ്ട് ഇക്വേഷൻസും നിങ്ങൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്, അല്ലെങ്കിൽ അത് ഈ ഇക്വേഷനും കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ പ്രധാനമായിട്ട് നമ്മൾ സംസാരിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. എന്താണ്? ഇവിടുത്തെ ക്യൂ എന്ന് പറഞ്ഞത് ആരാണ്? ടെസ്റ്റ് ചാർജാണ്. ഇവിടുത്തെ ക്യൂ എന്ന് പറഞ്ഞത് ആരാണ്? സോഴ്സ് ചാർജാണ്. ഇവിടെ ഇങ്ങനെ ടെസ്റ്റ് ചാർജിനെ Q0 എന്ന് എഴുതൽ വല്ല നിർബന്ധമുണ്ടോ? ഞാൻ ഇവിടെ ഇതിനെ ക്യൂ എന്ന് എഴുതിയോണ്ട് ഇതിനെ Q0 എന്ന് എഴുതിയ. ജനറൽ ഇക്വേഷൻ എഴുതുമ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ എഴുതുക, E=F/Q. അപ്പോൾ നോക്കൂ, ഈ ഫോഴ്സും അല്ല ഈ ഇക്വേഷനും നമ്മൾ ഉള്ള ഏറ്റവും വലിയ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്താ പറയേണ്ടത്? ഇവിടുത്തെ ക്യൂ എന്ന് പറഞ്ഞത് ടെസ്റ്റ് ചാർജാണ്, ഇവിടുത്തെ ക്യൂ എന്ന് പറഞ്ഞത് സോഴ്സ് ചാർജാണ്. ഇതാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായോ? പോയിന്റുകൾ ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നോക്കൂ, ഇതുവരെ നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ സമ്മപ്പ് ചെയ്യാണ്. ഒന്ന് നോക്കൂ, ഇവിടെ നോക്കൂ, ഇലക്ട്രിക് ഫീൽഡ്, it is the region around a charge within which other charged particle experience an electrostatic force. ആ ഏരിയൻ്റെ പേരാണ് ഇലക്ട്രിക് ഫീൽഡ്. നോക്കി, if a test charge Q, and ഇവിടെ ടെസ്റ്റ് ചാർജിന് Q നടത്ത്, if a test charge Q is placed in an electric field of a source charge capital Q, അപ്പോൾ അത് മനസ്സിലാൻ വേണ്ടിയിട്ട് അതിന് വേറെ Q കൊടുത്ത്. അപ്പോൾ ഈ Q ആണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നത്. അയാളെ ഫീൽഡിലെ ഒരു സ്ഥലത്ത് നമ്മൾ ടെസ്റ്റ് ചാർജ് Q വെക്കുക. അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്ര? E. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് മുകളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്ര? F=QE. ആ ടെസ്റ്റ് ചാർജിന് മുകളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് QE. അപ്പോൾ നമ്മൾ E= എന്ത് എഴുതി? E=F/Q. പിന്നെ ഞാൻ നേരത്തെ ചെയ്ത് നിങ്ങൾ മറന്നില്ലല്ലോ, എന്ത്? when Q = +1 E=F. അങ്ങനെയാണ് നമ്മൾ എന്ത് ഡെഫിനിഷൻ എഴുതി? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി at any point is defined as the force acting on യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ഈ ഡെഫിനിഷൻ എവിടുന്ന് വന്നു എന്ന് ഡെഫിനിഷൻ ഉണ്ടാക്കുകയാണ് നമ്മൾ ചെയ്തത് കേട്ടോ. നമ്മൾ ഡെഫിനിഷൻ കാണാൻ പഠിക്കില്ല, ഡെഫിനിഷൻ എവിടുന്ന് വന്നു. അത് മാത്രമല്ലാത്ത ഡെഫിനിഷൻ ഏതാണ്? യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണ്, എന്താ അതന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കാനുള്ള കാരണം, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഈ പോയിന്റ് ശ്രദ്ധിക്കും. നമ്മൾ നോക്കൂ, ദ ടെസ്റ്റ് ചാർജ് ഷുഡ് ബി വാനിഷിംഗ്ലി സ്മോൾ. ഞാൻ പറഞ്ഞു, അപ്രത്യക്ഷമാം വിധം ചെറുതായിരിക്കണത്. എന്തുകൊണ്ട്? അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അതർവൈസ് ഇലക്ട്രിക് ഫീൽഡ് ടു ബി മെഷേർഡ് മേ ബി ചേഞ്ച്ഡ് ബൈ ദ ടെസ്റ്റ് ചാർജ്. മനസ്സിലായോ? നമ്മൾ നോക്കൂ, ഈ ചാർജിന് ഇവിടെ എത്ര, ക്യാപിറ്റൽ ക്യൂന് ഇവിടെ എത്ര ഇൻഫ്ലുവൻസ് ഉണ്ടെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിന് ഇയാളെക്കാട്ടിലും വലിയൊരാളോ അല്ലെങ്കിൽ അയാളോട് കിടപിടിക്കുന്ന ഒരാളോ ഇവിടെ വെച്ചാൽ ശരിയാവോ? അല്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ടെസ്റ്റ് ചാർജ് വെക്കേണ്ടത് ഇത് വാനിഷിംഗ്ലി സ്മോൾ ആയിരിക്കണം. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ കാണാൻ പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് രണ്ട് പ്രശ്നമുള്ളത്, അത് ഇയാളെ മാത്രം കോൺട്രിബ്യൂഷൻ ആവില്ല, ഇയാൾക്കൊരു ഇലക്ട്രിക് ഫീൽഡ് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ രണ്ടിൻ്റെയും കൂടി ഇൻഫ്ലുവൻസ് അവിടെ കിട്ടുക. അപ്പോൾ ഇത് അപ്രത്യക്ഷമാം വിധം ചെറുതായിരിക്കണം. വൈ ദ ടെസ്റ്റ് ചാർജ് ഷുഡ് ബി വാനിഷിംഗ്ലി സ്മോൾ? ഒരിക്കൽ ഒരു എക്സാമിന് ചോദിച്ച ചോദ്യമാണത്. നമ്മൾ എക്സാമിനല്ല, കേരള ബോർഡിനല്ല. അപ്പോൾ അവിടെ നിങ്ങൾ പറയേണ്ട ആൻസറാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇനി നോക്കൂ, ഇവിടെ ശ്രദ്ധിച്ച് നോക്ക്. അതുകൊണ്ട് നമ്മൾ E=F/Q ഒന്നുകൂടെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എഴുതുന്ന രീതിയാണിത്. വെക്റ്റർ ലിമിറ്റ് Q ടെൻസ് ടു 0 F/Q എന്ന് വെച്ചാൽ എന്താ? ഈ Q എന്ന് പറഞ്ഞതിൻ്റെ സൈസ് 0 അടുക്കണം, 0ൻ്റെ അടുത്തേക്ക് എടുക്കണം. 0 ആവാൻ പാടില്ല, 0ൻ്റെ അടുത്തേക്ക് എടുക്കുക. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഇൻഫിനിറ്റ്സ്മലി സ്മോൾ എന്ന് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. അതാണത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി യൂണിറ്റ് ന്യൂട്ടൺ പെർ കൂളും, അതിൻ്റെ വേറെ പേര് വോൾട്ട് പെർ മീറ്റർ. ഇത് വന്നത് പൊട്ടൻഷ്യൽ എന്നാണ്. അത് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാം. ml T⁻³ A⁻⁻1 അല്ലെങ്കിൽ I⁻⁻1. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ അല്ലേ? റെഡി അല്ലേ? യെസ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ്, അത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ആ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു പോയിന്റ് ചാർജിൻ്റെ ഇക്വേഷൻ അപ്പോൾ എന്താ? ഒരു Q ചാർജിൽ നിന്ന് R ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിൻ്റെ ഇക്വേഷൻ എന്താ? കമോൺ, ബൈ ഹാർട്ടാക്കുക. 1/4πε0 Q ഡിവൈഡഡ് ബൈ R². ദിസ് ഈസ് ദ ഇക്വേഷൻ. F=1/4πε0 Q1 Q2 by R² നമ്മൾ പറഞ്ഞു. ഇത് രണ്ടാമത്തെ നമ്മളെ മേജർ ഇക്വേഷനാണ്. ആക്ച്വലി ഇതും എന്ത് കുളൂംസ് ലോയുടെ വേറെ ഫോമാണ്. കാരണം ഇവിടെ രണ്ടാമത്തെ ചാർജ് ആരായി? +1. യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് ആയതുകൊണ്ടാണ് ഈ ഇക്വേഷന് ഈ ഒരു ഫോമിലേക്ക് വന്നിട്ടുള്ളത്. നമ്മൾ ഈ പഠിച്ച കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഈ രണ്ട് പോയിന്റുകളും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാനുണ്ട്. അതോടുകൂടി നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം.
നോക്കി ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു പോയിന്റ് ചാർജ് ഹാസ് സ്ഫെരിക്കൽ സിമെട്രി എന്നാണ് പറഞ്ഞത്. സ്ഫെരിക്കൽ സിമെട്രി. ഓ അതെന്താ സാധനം നോക്കൂ. ക്യൂ ചാർജ് ഇവിടെ ഉണ്ട്. ക്യൂ ചാർജിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെ ഇവിടെ നമുക്കൊരു ഇലക്ട്രിക് ഫീൽഡ് കിട്ടി. അവിടുത്തെ ആ ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്ര 1/4πε0 അതേ r ഡിസ്റ്റൻസ് അകലെ ഇവിടെ എത്ര സെയിം വാല്യൂ. അതേ r ഡിസ്റ്റൻസ് അകലെ ഇവിടെ എത്ര സെയിം വാല്യൂ. ഇവിടെ എത്ര സെയിം വാല്യൂ. ഇവിടെ എത്ര സെയിം വാല്യൂ. ഇനി നോക്കൂ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് നോക്ക്. 3 ഡയമെൻഷനിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് r ഡിസ്റ്റൻസ് അകലെ അതന്നെയാണ് ഇവിടെ ഉള്ളത്, അതന്നെയാണ് ഇവിടെ ഉള്ളത്, അപ്പോൾ നമുക്ക് അവിടെ അങ്ങനെ നിങ്ങൾക്കൊരു സ്ഫിയർ ഇങ്ങോട്ട് സങ്കല്പിക്കും. ഒരു സ്ഫിയർ, ആ സ്ഫിയറിൻ്റെ എല്ലാ സ്ഥലത്തും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എന്താ സെയിം ആണ്. അതാണ് സ്ഫെരിക്കൽ സിമെട്രി. ഇനി അതിലും വലിയൊരു സ്ഫിയർ എടുത്താൽ അവിടെ നിങ്ങൾക്ക് വേറൊരു സെയിം വാല്യൂ കിട്ടുക മാഗ്നിറ്റ്യൂഡ്, പക്ഷേ അത് ഇതിനേക്കാൾ കുറവായിരിക്കും. ഇനി ചെറിയൊരു സ്ഫിയർ എടുത്താലോ ആ സ്ഫിയറിൽ ഏത് സെൻറ്ററിലേക്ക് ക്യൂ വരണേ, സെൻറ്ററിൽ ക്യൂ വരത്തക്ക വിധം നിങ്ങൾ ചെറിയൊരു സ്ഫിയർ എടുത്താൽ അവിടെ നിങ്ങൾക്ക് വേറെ ഒരു വാല്യൂ കിട്ടുക, പക്ഷേ അവിടെ ഉടനീളം ആ വാല്യൂ ആ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് വാട്ട് വി മീൻ ബൈ സ്ഫെരിക്കൽ സിമെട്രി. അതിനാണ് നമ്മൾ സ്ഫെരിക്കൽ സിമെട്രി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. സ്ഫെരിക്കൽ സിമെട്രി. ഓക്കെ, യെസ്. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എനി പോയിന്റ് ഡ്യൂ ടു എ നമ്പർ ഓഫ് ചാർജസ് ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ബൈ യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ. ആ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. കാരണം ഇത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് അല്ലേ. ഉദാഹരണത്തിന് നോക്കൂ, എൻ്റെ കയ്യിൽ നോക്കൂ, ഇവിടെ ഒരു Q1 ചാർജ് ഉണ്ട്, ഇവിടെ ഒരു Q2 ചാർജ് ഉണ്ട്, ഇവിടെ ഒരു Q3 ചാർജ് ഉണ്ട്. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് P ഓവർ ഹിയർ. ഇവിടെ ഒരു P എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്, ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഫൈൻഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഓരോരുത്തരും ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്രയെന്ന് നോക്കുക, എന്നിട്ട് അതിൻ്റെ വെക്റ്റർ സം എടുക്കുക. എന്ന് വെച്ചാൽ എന്താണ്, എന്ന് വെച്ചാൽ വെക്റ്റർ ഈസ് ഈക്വൽ ടു വെക്റ്റർ E1 പ്ലസ് വെക്റ്റർ E2 പ്ലസ് വെക്റ്റർ E3. ഇതെല്ലാം കൂടി കണ്ടാൽ നമുക്കതിൻ്റെ ആൻസർ കിട്ടും എന്നാണ് ആ പറഞ്ഞതിൻ്റെ മീനിങ്. യെസ്, ഇനി നമുക്ക് അതിൻ്റെ ഒരു പ്രോബ്ലത്തിലേക്ക് അടക്കാം. ഇത് എൻ്റെ പ്രോബ്ലം അല്ല, ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ആണ്. നോക്കാം നമുക്ക്. ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, എല്ലാവരും ശരിക്കും മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ചെയ്യണം. ഇറ്റ്സ് എ സാമ്പിൾ പ്രോബ്ലം ആണത്. നോക്കി, ഇവിടെ ആദ്യം ക്വസ്റ്റ്യനിൽ പറഞ്ഞത് 2 പോയിന്റ് ചാർജസ് 3 മൈക്രോ കൂളംബ് -3 മൈക്രോ കൂളംബ്. നിങ്ങൾ ആദ്യം ഒറ്റടിക്ക് ഞാൻ സോൾവ് ചെയ്യുന്ന കാണേണ്ടതില്ല. നിങ്ങൾ പോസ് ചെയ്തിട്ട് നിങ്ങളുടേതായ രൂപത്തിൽ ജസ്റ്റ് ഒന്ന് അറ്റംപ്റ്റ് ചെയ്യുക. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് നോക്കുന്നതാണ് ഏറ്റവും ഉചിതം കേട്ടോ. ഓക്കെ, നോക്കാം നമുക്ക്. ഇവിടെ Q ചാർജ്, Q ചാർജ് അതായത് ഇത് 3 മൈക്രോ കൂളംബാണ്. ഇവിടെ നോക്കൂ, -3 മൈക്രോ കൂളംബ് ഇവിടെ വെച്ചിട്ടുണ്ട്. -3 20 സെൻറ്റിമീറ്റർ എപ്പാർട്ടിലാണ്. 20 സെൻറ്റിമീറ്റർ എപ്പാർട്ട് like this. What is the electric field at the midpoint of the line AB joining the two charges? Okay, ഇതിൻ്റെ മിഡ് പോയിന്റ് എന്ന് പറഞ്ഞത് ഞാൻ കളർ മാറ്റാം. യെസ്, ഇവിടെ മിഡ് പോയിന്റ് എന്ന് പറഞ്ഞത് ഏകദേശം ഇവിടെയാണ്. ആ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഞാൻ നോക്കൂ, ഇവിടെ എയിൽ വെച്ച ചാർജ് ഇയാളാണ് എ. ദിസ് ഈസ് എ. ഇവിടെ എവിടെയാണോ നമുക്ക്, അപ്പോൾ ഇവിടുത്തെ ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണല്ലോ കാണേണ്ടത്. അങ്ങനെ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ അറിയാം, ഞാൻ ഇവിടെ നിങ്ങൾക്ക് രണ്ടിൻ്റെയും ഇൻഫ്ലുവൻസ് മനസ്സിലാൻ വേണ്ടിയിട്ട് എക്ക് ഞാനൊരു കളർ കൊടുക്കുകയാണ്, ശ്രദ്ധിക്കുക. അപ്പോൾ എന്നിട്ട് ബിക്ക് നമുക്ക് വേറൊരു കളർ കൊടുക്കാം. ഈ എയുടെ ഇവിടുത്തെ ഇൻഫ്ലുവൻസ് ആണ് നമ്മൾ ആദ്യം രണ്ട്. എൻ്റെ വക ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഉണ്ട് ഓയിൽ. അതേപോലെ ഈ ബിയിൽ വെച്ച ചാർജ് -3 മൈക്രോ കൂളംബിൻ്റെ വകയുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണോ നമ്മൾ കണ്ടെത്തേണ്ടത് അവിടെ ഒരു പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് വെച്ച് അസ്യൂം ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇവിടെ +1 ചാർജ് വെച്ച് അസ്യൂം ചെയ്താൽ മതി, വെക്കണ്ട. ഇവിടെ ഒരു പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് ഉണ്ടെങ്കിൽ ഈ 3 മൈക്രോ കൂളംബ് അതിനെന്താ ചെയ്യുക, ഇങ്ങോട്ട് വലിക്കോ അതല്ല അങ്ങോട്ട് തള്ളുമോ? 2 പോസിറ്റീവ് അല്ലേ, അപ്പോൾ നോക്കൂ ഇങ്ങോട്ട് തള്ളും. ഇതിനെ പേരിടുന്നു വെക്റ്റർ ഇ എ. വെക്റ്റർ ഇ എ ആദ്യം ചെയ്യേണ്ട പണിയാണ് കേട്ടോ. ഇവിടെ 2 ചാർജുകളുടെ കോൺട്രിബ്യൂഷൻ വരുന്നുണ്ട്. അപ്പോൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളാണ് ഞാൻ ഈ അപ്ലൈ ചെയ്യുന്നത്. എന്താ ചെയ്യേണ്ടത്, ഏത് പോയിന്റത്താണോ കാണേണ്ടത് ആ പോയിന്റിൽ നമ്മളൊരു പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് വെച്ച് അസ്യൂം ചെയ്യുക. എന്നിട്ട് ഓരോരുത്തരും അതിനെന്താണോ ചെയ്യുന്നത് അത് മാർക്ക് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ആളെ ഇത് കഴിഞ്ഞു.
ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നോക്കൂ, രണ്ടാമത്തെ ആളാണ്. അതായത് ബിക്ക് ഞാൻ ഇതാ ഗ്രീൻ കളർ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് വെച്ചാൽ ഈ നെഗറ്റീവ് ചാർജ് എന്താ ചെയ്യുക, അതിനെ നോക്കൂ, ഇതാ ഇങ്ങോട്ട് വലിക്കൂലേ, അതിന് ഞാൻ പേരിടുന്നു ഇ ബി, വെക്റ്റർ ഇ ബി എന്ന് പേരിട്ടു. അറിയോ? ഓക്കെ. അപ്പോൾ ഇനി ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എച്ച് ഒ ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഈ രണ്ട് കോൺട്രിബ്യൂഷൻ കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ വെക്റ്റർ ഈസ് ഈക്വൽ ടു വെക്റ്റർ ഇ എ പ്ലസ് വെക്റ്റർ ഇ ബി, ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ ഇ എയും ഇ ബിൻ്റെയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അതിനിവിടെ ഒരു ഗുണം കൂടി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ അസൈൻമെൻറ്റ് പ്രോബ്ലത്തിൽ പറഞ്ഞ പോലെ ഈ എയും ഈ ബിയും നോക്കൂ, രണ്ടും ഒരേ ഡയറക്ഷനല്ലേ. അപ്പോൾ നമുക്ക് റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി, രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡുകൾ ആഡ് ചെയ്താൽ മതി. കാരണം രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. എന്നിട്ട് രണ്ടാളുടെയും ഏതെങ്കിലും ഒരാൾ ഡയറക്ഷൻ കൊടുത്താൽ തന്നെ നമുക്ക് റിസൾട്ടൻ്റ് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കിട്ടും. നമുക്ക് റിസൾട്ടൻ്റ് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അടക്കം ഇമ്പോർട്ടൻ്റ് ആണ്, അതടക്കം നമുക്ക് കാണേണ്ടതുണ്ട്. അവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ ഇ എ ഇ ബി നോക്കാം. നമുക്ക് ഇ എ ഇ ബി നോക്കൂ. ഇ എ എന്ന് പറഞ്ഞാൽ എന്താ, ഇയാൾ ഇവിടെ ഉണ്ടാക്കുന്ന ഫീൽഡ് ഇൻറ്റൻസിറ്റി അതെത്ര വരിക, പോയിന്റ് ചാർജ് അല്ലേ, ക്യൂ ചാർജ്, ആർ ഡിസ്റ്റൻസ് അകലുണ്ടാക്കുന്ന ഫീൽഡ് ഇൻറ്റൻസിറ്റി 1/4. ഇപ്പോൾ പഠിച്ചു 1/4πε0 Q divided by R square. ഇവിടെ Q ആരാ, 3 മൈക്രോ ഡിവൈഡഡ് ബൈ R എത്ര ഉണ്ട്, ഈ ഡിസ്റ്റൻസ് ഇതെത്ര 10 സെൻറ്റിമീറ്റർ. മനസ്സിലായോ? ഇനി ഇയാളെ കേസിൽ മാഗ്നിറ്റ്യൂഡ് എത്ര വരിക, 1/4πε0 എഗെയിൻ 3 മൈക്രോ ഡിവൈഡഡ് ബൈ 10 സെൻറ്റിമീറ്റർ. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ, അതിൻ്റെ മീനിങ് നോക്കൂ, മോഡ് ഇ എ ഈക്വൽ ടു മോഡ് ഇ ബി, ഇതിൻ്റെ രണ്ടിനും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്. ആൻഡ് ഈസ് അതെത്ര, ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്പോൾ ഞാൻ ഇതിനെ സോൾവ് ചെയ്യാൻ പോവാണ്. ഒന്ന് കണ്ടിട്ട് രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, പോരെ. അപ്പോൾ 1/4πε0 അതെത്ര, 9 × 10⁻⁹ ഇൻറ്റു ക്യൂ 3 × 10⁻⁻6 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ 10 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ 10 സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കി, ദ ഹോൾ സ്ക്വയർ. കണ്ടോ ഹോൾ സ്ക്വയർ. ഇതന്നെയാണ് ഇ ബിയും. കണ്ടോ ഇവിടെ രണ്ടും പ്ലസ് ചെയ്യാണ്. അപ്പോൾ ഇൻറ്റു 2. മനസ്സിലായോ? ക്ലിയർ അല്ലേ? റെഡിയാണല്ലോ? ഓക്കെ. അപ്പോൾ നോക്കൂ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതെത്ര വരിക, 2 × 3 6 × 9 54. അപ്പോൾ 54 × 10⁻⁹ ഇവിടെ ഉണ്ട്, -6 ഇവിടെ ഉണ്ട്. അപ്പോൾ 10⁻³ അല്ലേ. അപ്പോൾ ഇൻറ്റു 10⁻³ ഹോൾ ഡിവൈഡഡ് ബൈ ഇത് നോക്കൂ, ഇതെത്ര 10 സ്ക്വയർ, ഇതെത്ര 10⁻⁻⁴. അപ്പോൾ ഇവിടെ എത്ര കിട്ടുക, 10⁻² അല്ലേ. ക്ലിയർ ആണല്ലോ, 10⁻². ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടുക, ഇയാളും കൂടി മേലേക്ക് വന്നാൽ എത്ര കിട്ടും, കൺഫ്യൂഷൻ ഇല്ലല്ലോ. 10⁻⁻⁴ 10⁻², അപ്പോൾ ഇവിടെ 10⁻². ഓക്കെ, 10⁻². ആ 10⁻² മേലെ വരിക, 10⁻² മേലെ വന്നാൽ അപ്പോൾ 54 × 10⁵ ന്യൂട്ടൺ പെർ കുളൂംബ് ഈസ് ദ റൈറ്റ് ആൻസർ. കാൽക്കുലേഷനിലൂടെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, 54 × 10⁵ ന്യൂട്ടൺ പെർ കുളൂംബ്. ഇനി കഴിഞ്ഞില്ല, നമുക്കിതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആയിട്ടുള്ള ഇപ്പോൾ ഡിറക്ഷനും കൂടി കൊടുക്കൽ എങ്ങനെ. അപ്പോൾ വെക്റ്റർ ഈസ് ഈക്വൽ ടു 54 കാരണം ഈ വെക്റ്ററിന് നമ്മളിവിടെ കൊടുക്കുന്നതിന് ഒരു കാരണമുണ്ട്. അത് ഞാൻ അതിൻ്റെ ഒരു ബി പാർട്ട് ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ ആ ബി പാർട്ടിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ 54 × 10⁵ ന്യൂട്ടൺ പെർ കുളൂംബ് എലോങ് ഏതാ ഡയറക്ഷൻ, ഈ ഡയറക്ഷൻ. അതേതാ ഡയറക്ഷൻ, എലോങ് ഒ ബി. ഫിനിഷ്ഡ്. നമ്മുടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ്, ഇനി സെക്കൻഡ് പാർട്ടാണ്. മനസ്സിലായോ? ഫസ്റ്റ് പാർട്ട് എല്ലാവർക്കും കിട്ടിയില്ലേ? ഓക്കെ, സെക്കൻഡ് പാർട്ട് ഭയങ്കര ത്രില്ലിംഗ് ആണ്, ഭയങ്കര ഈസിയാണത്. സെക്കൻഡ് പാർട്ട് വായിച്ചു നോക്ക്. ഇഫ് എ നെഗറ്റീവ് ടെസ്റ്റ് ചാർജ് ഓഫ് മാഗ്നിറ്റ്യൂഡ് -1.5 × 10⁻⁹ കുളൂംബ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദിസ് പോയിന്റ് പറഞ്ഞാൽ ആ സെൻറ്റർ മിഡ് പോയിന്റിൽ, വാട്ട് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ടെസ്റ്റ് ചാർജ്. നോക്കൂ, നേരത്തെ ചെയ്തിട്ട് രണ്ടും കിട്ടാത്ത ആൾക്കാരും ഇത് കിട്ടാത്ത ആൾക്കാരും ഒന്നുകൂടി പോസ് ചെയ്തോ, എന്നിട്ട് ഒന്നുകൂടി ഈ ക്വസ്റ്റൻ ഒന്നുകൂടി അറ്റംപ്റ്റ് ചെയ്യും. തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. എന്നിട്ട് മാത്രം ഞാൻ ചെയ്യുന്നത് കാണാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യാൻ പോവാം.
അപ്പോൾ നോക്കൂ, അതിന് നമ്മൾ ചെയ്യുന്നത് ഇവിടെ ആ ചാർജ് വെച്ചതാ, ഈ ചാർജ് നമ്മളിതാ ഇവിടെ പ്ലേസ് ചെയ്യാണ്. എന്നിട്ട് ഇയാൾക്ക് മുകളിൽ അനുഭവപ്പെടുന്ന നെറ്റ് ഫോഴ്സാണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചതനുസരിച്ചിട്ട് നമ്മളെങ്ങനെ കാണാം, അവിടെ ഒരു ചാർജ് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ അതിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് എക്സെർട്ട് ചെയ്യും, ഇയാളൊരു ഫോഴ്സ് എക്സെർട്ട് ചെയ്യും, അങ്ങനെ ഓരോന്നും കണ്ട് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കണം. അങ്ങനെ നിങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ വിഡിത്തല്ലേ അത്. എന്താ കാരണം ഇന്ന് നമ്മൾ പഠിച്ച മെയിൻ പോയിൻ്റാണത്. എന്താ നമ്മൾ പഠിച്ച പോയിന്റ്? When a charge Q is placed at a point where E is the electric field intensity, then it will experience a force which is given by QE. മക്കളെ, ഇവിടെ നമ്മൾ ഇതുവരെ ചെയ്തെന്താ, ഈ O എന്ന പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി E നമ്മൾ കണ്ടെത്തിയില്ലേ? ആ സ്ഥലത്തല്ലേ ഇപ്പോൾ ഈ ചാർജ് വെച്ചത്? ആണോ? ആണ്. അപ്പോൾ നോക്കൂ, അയാൾക്ക് മുകളിലുള്ള ഫോഴ്സ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ആ ചാർജ് ഇൻറ്റു ഇപ്പം നമ്മൾ കണ്ട ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നിങ്ങൾക്ക് മനസ്സിലായോ? ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ ചാർജ് എത്ര? മൈനസ്, മറക്കരുത് മൈനസിന് ഇമ്പോർട്ടൻസ് ഇവിടെ വരുന്നത് -1.5 ഇൻറ്റു 10⁻⁻9 ഇൻറ്റു 54 ഇൻറ്റു 10⁵. മനസ്സിലായോ? കഴിഞ്ഞില്ല. 10⁵. അതിന് ഡയറക്ഷൻ ഉണ്ട്. എങ്ങോട്ടാ? എലോങ് ഒ ബി. മനസ്സിലായോ? എലോങ് ഒ ബി. റെഡി അല്ലേ? ശരിക്കും നോക്കുക. യെസ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ മൈനസ് ഇൻറ്റു എലോങ് ഒ ബിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നോക്ക്, നോർത്ത് പോളിലേക്ക്, നോർത്ത് ഡയറക്ഷനിലേക്ക് പോകുന്ന ഒരാൾ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്താണ്? ഒറ്റടിക്ക് അയാളുടെ ഡയറക്ഷൻ മാറും. അയാൾ സൗത്ത് കൈ അല്ലേ? റൈറ്റ് സൈഡിലേക്ക് പോകുന്ന ഒരാൾ, അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് പോകുന്നതിന് നമ്മൾ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്തായി? അയാൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായി. അപ്പോൾ എലോങ് ഒ ബിനെ നിങ്ങൾ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായി? അങ്ങോട്ട് പോകുന്ന ഈ ഡിറക്ഷൻ എന്തായി? ഒറ്റടിക്ക് ഓപ്പോസിറ്റ് ഡിറക്ഷനായി മാറി. അപ്പോൾ നോക്കൂ, ഞാൻ അപ്പോൾ ഈ മൈനസും ഈ ഡിറക്ഷൻ, അപ്പോൾ ഒ ബി എന്നുള്ളത് അവിടെ നിന്ന് ഇങ്ങോട്ടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്താൽ? OA. റെഡി അല്ലേ? ഓക്കെ. അപ്പോൾ 1.5 ഇൻറ്റു 84 എത്ര കിട്ടുന്നത്? 54 എത്ര? 81 അല്ലേ? അത് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. 81 ഇൻറ്റു 10⁻². വാല്യൂ നിങ്ങൾ ചെക്ക് ചെയ്യട്ടോ. 10⁻⁻4. 10⁻⁻4 അത്രയും എന്ത്? ന്യൂട്ടൺ. ഇനി ഡിറക്ഷനോ? എലോങ് OA. ദിസ് വിൽ ബി ദ റൈറ്റ് ആൻസർ. ആ വാല്യൂസ് നിങ്ങൾ ഒന്നുകൂടി വെരിഫൈ ചെയ്യണം കേട്ടോ. ഓക്കെ, ഞാൻ ചെയ്ത മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ കാൽക്കുലേറ്ററൊക്കെ വെച്ചിട്ട് നോക്കുക. എന്തെങ്കിലും മിസ്സിങ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നോടും കൂടി റിപ്പോർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. യെസ്, നിങ്ങൾക്ക് പ്രോബ്ലം മനസ്സിലായോ? ഇതൊരു മോഡൽ പ്രോബ്ലമാണ്, ഒരു ഐഡിയൽ ക്വസ്റ്റ്യൻ ആണ്. ഫ്രം NCERT ടെക്സ്റ്റ് ബുക്ക് ഓൺലി. എൻ്റെ പ്രോബ്ലം അല്ല, ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായോ? ഓക്കെ. ഇനി അപ്പോൾ ഇത് നിങ്ങൾ ക്വസ്റ്റ്യൻ നന്നായി പഠിക്കുക. ക്വസ്റ്റ്യൻ ശരിക്കും 100% ഈ ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് നിങ്ങൾ ഉറപ്പിക്കുക. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഈ ടോപ്പിക് എടുക്കുമ്പോൾ എവിടെയാണെങ്കിലും ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഏത് വർഷമാണെങ്കിലും ചെയ്യുന്ന ക്വസ്റ്റ്യനാണിത്. കാരണം ഇതൊരു മോഡൽ പ്രോബ്ലമാണ്, ഒരു മോഡൽ ക്വസ്റ്റ്യനാണ്. ആ കാര്യങ്ങളൊക്കെ അതിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു പോയിൻ്റ് ചാർജ് ഉണ്ട്, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഉണ്ട്, FEGയിൽ QE കോൺസെപ്റ്റ് ഉണ്ട്. മനസ്സിലായില്ലേ? ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രോബ്ലമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഞാൻ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. ഏതായാലും ഇത്രയും ചെയ്ത സ്ഥിതിക്ക് ഞാൻ ഒരു മോഡൽ പ്രോബ്ലം ഒരു ഹോംവർക്ക് നിങ്ങൾക്ക് തരാൻ പോവാണ്. ഈ ഹോംവർക്ക് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഒരു ഹോംവർക്ക് തരാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് ക്വസ്റ്റ്യൻ ഡയഗ്രാം ഇതാദ്യം നോട്ട് ചെയ്ത് വെക്കുക. ഒരു ക്വസ്റ്റ്യൻ ഡയഗ്രാം ഉണ്ട്. ഒരു സ്ക്വയറാണ്. ഓക്കെ, സ്ക്വയറിൻ്റെ 4 കോർണേഴ്സിലും ഞാൻ ചാർജ് വെക്കാൻ പോവാണ്. ABCD പേരിട്ടു. എയിൽ ഞാൻ +Q ചാർജ് വെച്ചു, എയിൽ +Q ചാർജ് വെച്ചു, ബിയിൽ +2Q ചാർജ് വെച്ചു, സിയിൽ +Q ചാർജ് വെച്ചു. ആൻഡ് ഹിയർ ഐ വുഡ് ലൈക്ക് ടു പ്ലേസ് -2Q ചാർജ്. ഇത് മിഡ് പോയിൻ്റ്, ഇത് മിഡ് പോയിൻ്റ്. റെഡി? ഓക്കെ, ഈ ഡിറക്ഷൻസ് ജസ്റ്റ് ഞാൻ ഡോട്ടർ ലൈനിട്ട് മാർക്ക് ചെയ്താണ്. ഓക്കെ, നോക്കൂ, ഈ ഡിസ്റ്റൻസ് ഒക്കെ 1 മീറ്റർ കേട്ടോ. ഇത് 1 മീറ്റർ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് 1 മീറ്റർ, ഇത് 1 മീറ്റർ, ഇത് 1 മീറ്റർ. നോക്കൂ, സെൻറ്ററിൻ്റെ പേര് ഞാൻ O എന്ന് പേരിട്ടു. സെൻറ്ററിന് നമ്മളൊരു പേരിട്ടു O. അപ്പോൾ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആട്ടോ AO.
BOCODO ഈക്വൽ ടു 1 മീറ്റർ എന്ന് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ക്വസ്റ്റൻ ഇതാണ്. ക്വസ്റ്റൻ നോട്ട് ചെയ്തോളൂ. ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡിറക്ഷൻ. മാഗ്നിറ്റ്യൂഡ് മാത്രം പോരാ, ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡിറക്ഷൻ ഓഫ് ദ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് O. Find the magnitude and direction of the net electric field intensity at O. റെഡി? ആ പ്രോബ്ലം ചെയ്തിട്ടാണ് അടുത്ത ലെക്ചറിലേക്ക് നിങ്ങൾ വരേണ്ടത്. അടുത്ത ലെക്ചർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ നമുക്ക് ഗ്രൂപ്പിലൊക്കെ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങളെല്ലാവരും കിട്ടിയ ആൻസർ ഗ്രൂപ്പിൽ നിങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, നന്നാവും. നമുക്ക് ഒരു ഡിസ്കഷൻ ആവാം. അങ്ങനെയാണെങ്കിൽ അടുത്ത ലെക്ചറിന് മുമ്പ് തന്നെ നമുക്കത് ക്ലിയർ ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ ഇന്നത്തെ ലെക്ചർ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വളരെ ചെറിയ ഒരു സെഷനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ പോയിൻ്റ് ചാർജ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ് അടുത്ത സെഷനിൽ സംസാരിക്കാനുള്ളത്. ഓക്കെ, ബൈ ഫോർ നൗ.